അപ്പോൾ നമ്മുടെ SSC GD കോൺസ്റ്റബിളിൻ്റെ നോട്ടിഫിക്കേഷൻ ഈ മാസം വിളിക്കാൻ പോകുന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉടനടി അതിൻ്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുന്നതായിരിക്കും. വന്ന ഉടനെ നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. 60,000 അടുത്ത് വേക്കൻസികൾ, അതിൽ കൂടുതൽ വേക്കൻസികളാണ് നിലവിൽ സിവിലിയൻസിനായിട്ട്, അതായത് നോർമലുള്ള എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റുകളിലായിട്ട് വരാൻ പോകുന്നത്. പക്ഷേ സ്റ്റാർട്ടിങ് ഈ വേക്കൻസി ഉണ്ടാവില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഒരു 30,000 അല്ലെങ്കിൽ ഒരു 40,000 അത്രയൊക്കെ പ്രതീക്ഷിക്കേണ്ടതായിട്ടുള്ളൂ. വളരെ കുറവായിരിക്കും തുടക്കത്തിൽ ഇനീഷ്യൽ സ്റ്റേജിൽ വരുന്ന വേക്കൻസി. ഇതിന് മുമ്പുള്ള എല്ലാ വർഷത്തെയും ട്രെൻഡ് നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. തുടക്കത്തിൽ വേക്കൻസി കുറവായിരിക്കും. പിന്നീട് പല തവണയും 50,000 കൂടുതൽ ഒഴിവുകൾ, പല വർഷങ്ങളിലും 50,000 കൂടുതൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഈ വർഷം വരെ അത്ര വന്നിട്ടുണ്ട്. അത് തന്നെ വലിയൊരു എവിഡൻസ് ആണ്. അപ്പോൾ എന്തായാലും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്, അതായത് വേക്കൻസി ഇൻക്രീസ് ആവും, പിന്നീട് ഇൻക്രീസ് ആവും എന്നുള്ളതിൻ്റെ വലിയൊരു എവിഡൻസ് ആണ്. പിന്നീടായിരിക്കും വേക്കൻസി കൂടുക എന്നുള്ളത് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാം. അതുപോലെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും SSC GDൻ്റെ PDF മെറ്റീരിയൽ പഠിക്കാൻ ആവശ്യമാണെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ B1 PDF നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട്, B1 എന്ന് പറയുമ്പോൾ ബാച്ച് 1 ആണ്. ബാച്ച് 2 കൂടി നമ്മൾ റിലീസ് ചെയ്യുന്നതായിരിക്കും. ബാച്ച് 1 എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, ഇവിടെ കൃത്യമായിട്ട് ബാച്ച് 1 നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളിത് എങ്ങനെ പഠിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണക്ട് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കാരണം നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്ത് കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ B2 PDF കൂടി ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുവരെ നിങ്ങളിത് കണക്ട് ചെയ്ത് പഠിക്കുക. ബാക്കിയുള്ള ഇതിൻ്റെ തുടർന്നായിട്ടുള്ള പഠിക്കേണ്ട കാര്യങ്ങളും തീർച്ചയായിട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പ്രധാനമായിട്ടും പറയാനുള്ളത്, സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു മെത്തേഡും കൂടി ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ക്ലാസ് എടുത്ത് പഠിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും, ഇപ്പോൾ നമ്മുടെ ക്ലാസ് ഒക്കെ എടുത്ത് പഠിക്കുന്നവരുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തീർച്ചയായും ഇതും കൂടി നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. പക്ഷേ ഇത് മാത്രം വെച്ച് പഠിക്കുന്നവർ തീർച്ചയായും കണക്ട് ചെയ്ത് പഠിക്കുന്നത് കൂട്ടാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം കഴിഞ്ഞ തവണ ഇങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് PDF വാങ്ങി പഠിച്ചവർക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരുപാട് പേർക്ക് ഉപയോഗപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പഠിച്ചിട്ട് എക്സാമിനൊക്കെ കൃത്യമായിട്ട് അതുപോലെ തന്നെ ചോദ്യങ്ങളൊക്കെ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. സോ നിങ്ങൾക്ക് ഇവിടെ കണ്ടന്റ് കൊടുത്ത് കാണാൻ സാധിക്കും. ഈ PDF മെറ്റീരിയലിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആണ് പറയാനായിട്ട് പോകുന്നത്. കണ്ടന്റ് നമ്മുടെ റീസണിങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ടന്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സിലബസ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. കണ്ടന്റിൽ റീസണിങ് വരുന്നുണ്ട്, അതുപോലെ ജനറൽ നോളജ് വരുന്നുണ്ട്, അതുപോലെ മാത്സ് വരുന്നുണ്ട്, ഇംഗ്ലീഷ് വരുന്നുണ്ട്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ 100 ക്വസ്റ്റ്യൻസ് ആദ്യം നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് നമ്മുടെ റീസണിംഗ് എന്നാണ്. അങ്ങനെ ഓരോ സെക്ഷനിലും ഓരോ 100 ക്വസ്റ്റ്യൻ വെച്ചിട്ട് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് ശ്രദ്ധിക്കുക. സോ ടോട്ടലി നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാകുക ഒരു സെറ്റിൽ നിന്ന് 20 ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാകുക. 4 സെറ്റിൽ നിന്ന് ഏകദേശം 80 ക്വസ്റ്റ്യൻ ആണ് മൊത്തത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകുക. നമ്മളിതിൽ 400 ക്വസ്റ്റ്യൻസ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. 400 ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ തുടർന്ന് അടുത്ത PDF B2 PDF വരുന്നുണ്ട്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. കാരണം മുൻപ് നിങ്ങൾ PDFൻ്റെ മുൻപ് പർച്ചേസ് ചെയ്തവരുടെ ഒപ്പീനിയൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതുപോലെ കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം വരാൻ ഹൈലി ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ആദ്യം തന്നെ നിങ്ങൾക്ക് റീസണിങ്ങിൻ്റെ കാണാൻ പറ്റും. റീസണിംഗ് ആണ് ആദ്യം ഉള്ളത്. ഇനി നമുക്ക് ജനറൽ നോളജ്, മാത്സ്, ഇംഗ്ലീഷ്, അതിൻ്റെ ഒരു ഫസ്റ്റ് പേജ് ഇതുപോലെ നോക്കി പോകാം. ആദ്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതുപോലെ തന്നെ അതിൻ്റെ ഓപ്ഷൻസ് ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണെന്നുണ്ടാവും. അതിൻ്റെ എക്സ്പ്ലനേഷനും കൂടി ചുവടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഇവിടെ നിങ്ങൾക്ക് ജനറൽ നോളജിൻ്റെ ക്വസ്റ്റ്യൻസ് കാണാൻ സാധിക്കും. ജനറൽ നോളജുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഇവിടെ ആഡ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ജനറൽ നോളജിൻ്റെ സെക്ഷനാണ് നിങ്ങളിവിടെ കാണുന്നത്. ചോദ്യം, ഉത്തരം, അതുപോലെ തന്നെ അതിൻ്റെ ആൻസർ, കാര്യങ്ങൾ, ഓപ്ഷൻ എല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മാത്സുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് മാത്സുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും ആൻസേഴ്സും അതൊക്കെയാണ് വരുന്നത്. അതുപോലെ തന്നെ അതിനുശേഷം നമുക്ക് ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട 100 ക്വസ്റ്റ്യൻസ് അതും ആഡ് ചെയ്തിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫൈനലി 100 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആന്റോണിയംസും അതുപോലെ തന്നെ അതിൻ്റെ സമാന പദവും വിപരീത പദവും ഒക്കെ ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നമുക്ക് വരുന്നതാണ്. അതൊക്കെ കൃത്യമായിട്ട് ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. തീർച്ചയായും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് ഇപ്പോൾ പഠിക്കാവുന്നതാണ്. സോ അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഞാൻ നേരത്തെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും ഒരു മൊബൈൽ നമ്പറിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമൻറ്റ് ബോക്സിൽ ഒരു വാട്സപ്പ് അക്കൗണ്ടിൻ്റെ ലിങ്കാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ക്ലിക്ക് ചെയ്താൽ നേരെ വാട്സപ്പിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇവിടെ ഡയറക്റ്റ്ലി നമ്പർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഇത് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതിന് മുൻപായിട്ട് ഇവിടെ ഒരു QR കോഡ് കാണാൻ സാധിക്കും. അതിൽ 59 രൂപയാണ് ഇതിൻ്റെ ചാർജ് വരുന്നത്. അത് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ അതിൽ സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു 5 ഹവേഴ്സിൻ്റെ ഉള്ളിൽ തന്നെ, വളരെ പെട്ടെന്ന് തന്നെ, അത്ര പിടിക്കില്ല എങ്കിലും മേ ബി എന്തെങ്കിലും ഡിലേ വന്നാലുള്ള കാര്യമാണ് പറഞ്ഞത്, വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് PDF പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. B2 PDF നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതുമായിരിക്കും. അപ്പോൾ എക്സാമിന് വേണ്ടി നല്ല രീതിയിൽ എല്ലാവരും പ്രിപ്പയർ ചെയ്യുക. കാരണം എക്സാം ഇവിടെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല നല്ല വേക്കൻസി ഒക്കെ ഉള്ളൊരു പോസ്റ്റാണ്. ഇത്തവണ ഒരുപാട് പേർക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. അതായത് മെഡിക്കലൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും. അപ്പോൾ അവരുടെ ഫൈനൽ റിസൾട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരുപാട് പേര് തന്നെ എന്ത് ചെയ്യും, കേരളത്തിൽ നിന്ന് കയറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ സ്റ്റാർട്ടിങ്ങുള്ള ഫസ്റ്റ് സ്റ്റേജിലുള്ള മോട്ടിവേഷൻ അവസാനം ഫൈനൽ സ്റ്റേജ് വരെ നിങ്ങൾ എന്ത് ചെയ്യുക, കീപ്പ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് മാത്രമേ തരത്തുള്ളൂ. ബാക്കിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതുമായിരിക്കും.